രാജ്യസഭാ സീറ്റിന് പകരം CPM വെച്ച് നീട്ടിയ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വേണ്ട. ഇതുപോലെ ഒരുപാട് ക്യാബിനറ്റ് പദവിയൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ പരിപ്പ് പാലായിൽ വേവില്ല. രാജ്യസഭ കിട്ടിയില്ലെങ്കിൽ എന്ത് വേണമെന്ന ചിന്തയിലാണ് പാർട്ടി. കേരളത്തിൽ നിന്ന് ഒഴിവരുന്ന 3 രാജ്യസഭാ സീറ്റുകളും ഇടതുമുന്നണിയുടേതാണെങ്കിലും 2 സീറ്റിൽ മാത്രമേ ജയിക്കാൻ കഴിയൂ. CPI തങ്ങളുടെ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. CPM വിട്ടുകൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ചെയർമാൻ ജോസ് കെ മാണിയുടെ സീറ്റ് അവർക്ക് കൊടുക്കാതെ പകരം സംവിധാനത്തെക്കുറിച്ച് CPM ആലോചിക്കുകയാണ്. മറ്റ് സ്ഥാനങ്ങൾ നൽകി മാണി ഗ്രൂപ്പിനെ അനുനയിപ്പിച്ച് ഒരു സീറ്റ് CPIക്കും മറ്റേ സീറ്റ് സ്വന്തമാക്കാനുമാണ് CPMൻ്റെ ശ്രമം. പക്ഷേ അത് നടക്കില്ല. ഈ ലക്ഷ്യത്തിലേക്കാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം അവർ വാഗ്ദാനം ചെയ്തത്. ആ വാഗ്ദാനം തട്ടിപ്പാണെന്നും രാജ്യസഭ തന്നെ വേണമെന്നും അതിൽ കുറഞ്ഞൊരു ചർച്ചയ്ക്കും തയ്യാറാവരുതെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം. 2027 ഒഴിവരുന്ന സീറ്റ് നൽകാമെന്ന് പറയുന്നത് മാണി ഗ്രൂപ്പ് വിശ്വസിക്കുന്നില്ല. കാരണം അപ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കും. അന്നത്തെ സാഹചര്യം ഇപ്പോൾ മുൻകൂട്ടി പറയാനാകില്ല. ഒരുപക്ഷെ ഭരണം മാറിയാൽ തദൈവയാകും. കേന്ദ്രത്തിൽ NDA വീണ്ടും അധികാരത്തിൽ എത്തില്ലെന്ന് മാണി ഗ്രൂപ്പ് വിശ്വസിക്കുന്നു. ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ വന്നാൽ ജോസ് കെ മാണിക്ക് മന്ത്രിസഭയിൽ അംഗമാകാനാകും. അതാണ് രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. ഇടതുമുന്നണി രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുത്തില്ലെങ്കിൽ UDF സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ലീഗ് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. മാണി ഗ്രൂപ്പ് കൂടി മുന്നണിയിലെത്തിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അനായാസം വിജയിക്കാൻ കഴിയും. UDFിൻ്റെ ഈ വാഗ്ദാനവും മാണി ഗ്രൂപ്പിലെ ചില ആലോചനകളുമൊക്കെ CPM തിരിച്ചറിയുന്നുണ്ട്. ഒന്നാമതായി ഇടതുമുന്നണിയിൽ തുടരുന്നതിൽ പാർട്ടിയിലെ ചിലർക്ക് വിയോജിപ്പുണ്ട്. രാജ്യസഭാ സീറ്റ് കൂടി നഷ്ടപ്പെട്ടാൽ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. തൽക്കാലം എടുത്തിയാടി കടുത്ത നടപടികളിലേക്ക് പോകേണ്ടതില്ലെന്നാണ് പൊതുവികാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം തീരുമാനമെടുക്കാമെന്നാണ് അവരുടെ അഭിപ്രായം.